അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നയപ്രഖ്യാപന പ്രസംഗമാണ് സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ അഡ്രസ്സിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. സാമ്പത്തിക വിജയങ്ങളും ദേശീയ സുരക്ഷയുമായിരുന്നു പ്രസംഗത്തിന്റെ പ്രധാന ഊന്നൽ. രാജ്യം ചരിത്രപരമായ സാമ്പത്തിക കുതിപ്പിലാണെന്നും നാണയപ്പെരുപ്പം കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നും പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടു. വരും വർഷങ്ങൾ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കാലഘട്ടമായിരിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസനത്തിന് ആവശ്യമായ വൻതോതിലുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് വലിയ ടെക് കമ്പനികൾ സ്വന്തമായി വൈദ്യുത നിലയങ്ങൾ നിർമ്മിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. സുപ്രീം കോടതിയുടെ നിയന്ത്രണങ്ങൾ മറികടക്കാൻ 10% ആഗോള ടാരിഫ് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് 15% വരെയാകാൻ സാധ്യതയുണ്ട്. അനധികൃത കുടിയേറ്റം തടയാൻ കഴിഞ്ഞെന്നും അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ആണവ യുദ്ധം തന്റെ ഇടപെടൽ മൂലം ഒഴിവായതായി ട്രംപ് അവകാശപ്പെട്ടു. ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൊല്ലപ്പെടുമായിരുന്നു എന്ന പരാമർശവും അദ്ദേഹം നടത്തി. ദേശീയ സുരക്ഷയും ബഹുമതികളും ഇറാന്റെ ആണവ ഭീഷണിയെ നേരിടാൻ കരുത്തിലൂടെയുള്ള സമാധാനം അഥവാ പീസ് ത്രൂ സ്ട്രെങ്ത് എന്ന നയമാണ് സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി F-22 റാപ്റ്റർ സ്റ്റെൽത്ത് വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. വെനസ്വേലൻ മുൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ പിടികൂടാനുള്ള സൈനിക നീക്കത്തിനിടെ പരിക്കേറ്റ ഹെലികോപ്റ്റർ പൈലറ്റിനും 100 വയസ്സുള്ള കൊറിയൻ യുദ്ധസേനാനിക്കും ട്രംപ് ആദരവ് നൽകി. പ്രസംഗത്തിനിടെ പ്രതിഷേധ സൂചകമായി പ്ലക്കാർഡ് ഉയർത്തിയ ഡെമോക്രാറ്റിക് പ്രതിനിധി അൽ ഗ്രീനെ സഭയിൽ നിന്ന് ബലമായി പുറത്താക്കി. റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ട്രംപിന് വൻ സ്വീകരണം നൽകിയപ്പോൾ വീട് വാടക വർധനവും പുതിയ നികുതികളും ട്രംപ് അവഗണിച്ചുവെന്ന് പ്രതിപക്ഷം വിമർശിച്ചു.